അങ്ങനെ സ്റ്റാൻലി ജോസഫ് കടപ്പാട്ടൂർ വീട്ടിൽ നിന്നും അലീനയുമായിട്ട് ഇറങ്ങുകയാണ്. ഇനി നേരെ കുളത്തുപുഴ വീട്ടിലോട്ടാണ്. മനസ്സില്ലാ മനസ്സോടെയാണ് അലീന സ്റ്റാൻലി ജോസഫിനോടൊപ്പം പോകുന്നത്. തന്റെ മുന്നിൽ നിൽക്കുന്നത് തന്റെ സ്വന്തം അച്ഛനാണെന്ന് അറിഞ്ഞിട്ടും അലീനയ്ക്ക് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പോകാൻ നേരം സ്റ്റാൻലി വൈജയുടെയും ബാലചന്ദ്രന്റെയും മക്കളുടെ മുഖത്തോട്ടാണ് നോക്കുന്നത്. എല്ലാരും അലീന പോകുന്നതിലുള്ള ദുഃഖത്തിലാണ്. അലീനയെ ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ അവിടെയുള്ള ആർക്കും ഇഷ്ടമല്ലെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്വന്തം പെറ്റ അമ്മ തന്നെയാണ് മകളുടെ സുരക്ഷിതമായിട്ടുള്ള കിടപ്പാടം ഇല്ലാതാക്കുന്നതെന്നും സ്റ്റാൻലി അവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. എന്തായാലും ആ മക്കളുടെയൊക്കെ വിഷമം കണ്ടിട്ട് സ്റ്റാൻലി അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അലീനയെ കൊണ്ടുപോവാണ്. അങ്ങനെ യാത്ര അയക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, സ്റ്റാൻലി, അലീനയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി തന്നോട് ചോദിക്കാനുണ്ട്. ഈ നിൽപ്പ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്നോടെന്തോ ചോദിക്കാനുണ്ടെന്ന്. എന്തായാലും ബാലചന്ദ്രൻ ചോദിക്കൂ. ആ സമയത്താണ് ബാലചന്ദ്രൻ മക്കളുടെ മുഖത്തോട്ട് നോക്കുന്നത്. അപ്പൊ തന്നെ കൃഷ്ണയ്ക്കും ബബിതയ്ക്കും ഒക്കെ കാര്യം മനസ്സിലാവുന്നുണ്ട്. അവരവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നാലെ തന്നെ രോഹിതും പോകുന്നുണ്ട്. അപ്പോ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, സ്റ്റാൻലി ഇപ്പൊ വന്നിരിക്കുന്നത് സ്വന്തം മകളായിട്ട് അലീനയെ അംഗീകരിച്ച് കൊണ്ടുപോവാനല്ലേ കുളത്തുപുഴ വീട്ടിലോട്ട്? അതെ, അങ്ങനെയാണല്ലോ നമ്മൾ തമ്മിലുള്ള ഡീലോ? എന്ത് ഡീല്? ബാലചന്ദ്രൻ തന്നെയല്ലേ പറഞ്ഞത് ഞാൻ എന്റെ മകളെ സ്വന്തം മകളായി ഏറ്റെടുക്കണമെന്നും സംരക്ഷിക്കണമെന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അലീനയെ വിട്ടുതരുള്ളൂന്ന്. അതെ, ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷേ അച്ഛനായ താങ്കൾ അലീനയെ വെറുതെ ചുമ്മാ സംരക്ഷിച്ചാ പോരാ. പിന്നെന്താ ബാലചന്ദ്രൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റാൻലിക്ക് ഒരു അച്ഛന്റെ സ്ഥാനം കൊടുക്കാൻ പറ്റുമെന്നുള്ളതാ. ഞാനത് നേരത്തെ പറഞ്ഞല്ലോ ബാലചന്ദ്ര. ഞാൻ അതിനു വേണ്ടിയാണല്ലോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്റെ രക്തത്തിനുണ്ടായ കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ സംരക്ഷിക്കും. ഈ സ്റ്റാൻലിയുടെ മകൾ മറ്റു വീടുകളിൽ ജോലിക്ക് വേലക്കാരിയായി പോകേണ്ടവളല്ല. എന്നിട്ട് എന്തുകൊണ്ട് മിസ്റ്റർ സ്റ്റാൻലി ഇങ്ങനെ ഒരു കുഞ്ഞിനെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബാലചന്ദ്രനോട്, അന്വേഷിക്കാൻ പറ്റാവുന്നിടത്തോളം അന്വേഷിച്ചു. എന്നിട്ടും എൻ്റെ അടുത്ത് നിന്ന് എല്ലാവരെല്ലാം മറച്ചു വെച്ചു. വൈജയ് എന്നിൽ നിന്ന് അകറ്റി. സോറി. ഇനിയിപ്പോൾ ബാലചന്ദ്രനോട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. എന്തായാലും ബാലചന്ദ്രനെ ഞാൻ ഒരു വാക്ക് തരാം. ഞാൻ എൻ്റെ മകളെ ഒരു കുറവും വരുത്താതെ പൊന്നുപോലെ നോക്കും. അച്ഛൻ്റെ വാത്സല്യവും സ്നേഹമൊക്കെ ഞാൻ എൻ്റെ മകൾക്ക് നൽകണം. അതിനു വേണ്ടിയാണ് ഇത്രയും ദൂരം താണ്ടി കുളത്തുപുഴയിലെ സ്റ്റാൻലി ജോസഫിന്റെ വീട് തേടി പിടിച്ച് ഞാൻ അവിടെ എത്തിയത്. ഒരു ഭർത്താവും ഭാര്യയുടെ മുൻ കാമുകനെ തേടി പോവില്ല. എന്നിട്ടും സ്റ്റാൻലിയെ തേടി ഞാൻ അവിടെ എത്തിയത് അലീനയ്ക്ക് വേണ്ടിയാ. അലീനയ്ക്ക് വേണ്ടി മാത്രം. അവളെ സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിക്കണം. അതിനേറ്റവും നല്ലത് ഞാൻ എത്ര ആലോചിച്ചിട്ടും തൻ്റെ വീട്ടിലോട്ടല്ലാതെ എനിക്ക് മറ്റെങ്ങോട്ടും അലീനയെ പറഞ്ഞയക്കാൻ മനസ്സ് വരുന്നില്ല. എനിക്കറിയാം. എനിക്ക് ആര് എന്ത് ഉപകാരം ചെയ്താലും അവരോടൊന്നും അങ്ങനെ നന്ദി പ്രകടിപ്പിക്കുന്ന ഒരാളല്ല. എന്നാലും ബാലചന്ദ്രനോട് എനിക്കെന്തോ. വേണ്ട, പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഇതൊക്കെ സഹതാപത്തിന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ കടപ്പാട്ടൂർ ബാലചന്ദ്രന് അതാവശ്യമില്ല. സ്റ്റാൻലി ജോസഫിന് ബാലചന്ദ്രൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? മനസ്സിലായി. സ്റ്റാൻലി, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ പറ്റിയത് തനിക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ടെന്നാ. അവര് താനുമായിട്ട് അത്ര നല്ല യോഗ്യത്തിലല്ലെന്നും വേറെ എവിടെയോ ഭാര്യയും മക്കളും താമസിക്കുകയാണെന്ന് അറിയാൻ പറ്റിയത്. അതൊന്നും ചോദിക്കാൻ പാടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനൊന്നും യോഗ്യനും അല്ല ഞാൻ. എന്നാലും എനിക്കറിയണം. കാരണം അലീന വന്നു കയറേണ്ട വീടാണത്. താങ്കളുടെ ഭാര്യ കാരണം അലീനയ്ക്ക് അവിടെ നിന്നും ഇവിടെ ഉണ്ടായ അനുഭവം ഉണ്ടാവും. ബാലചന്ദ്രൻ എന്താ ഉദ്ദേശിക്കുന്നത്? സ്വന്തം അമ്മയായ വൈജയുണ്ടല്ലോ, സ്വന്തം ചോരയെ തിരിച്ചറിയാതെ ആട്ടിപ്പായിക്കുക. പക്ഷെ അത് അമ്മയാണെന്നെങ്കിലും പറയാം. പക്ഷേ താങ്കളുടെ ഭാര്യ അലീനയ്ക്ക് ആരുമല്ല, അച്ഛൻ്റെ സെക്കൻഡ് വൈഫ്. അവരിൽ നിന്നും ഇതുപോലെ ക്രൂരമായ പ്രവർത്തികൾ ഉണ്ടാവുമെന്നാണ് ഞാൻ ചോദിച്ചത്. അതിനെനിക്കൊരു ഉത്തരം താങ്കൾക്ക് തരാൻ പറ്റില്ല ബാലചന്ദ്ര. കാരണം അവളൊരു പ്രത്യേക ക്യാരക്ടറാണ്. അവൾക്ക് ഈ അടച്ചിട്ട വീടും നായകളെയും ഒതുങ്ങിയ ജീവിതവും ഒന്നും ഇഷ്ടമല്ല. പിന്നെ എൻ്റെ മക്കൾക്ക് എന്നോട് സ്നേഹക്കുറവൊന്നുമില്ല. അവളുടെ അടുത്താണെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് എന്നെ കാണാൻ തോന്നുന്നത് എപ്പോഴാണോ ആ സമയത്ത് ഞാൻ അവിടുന്ന് വണ്ടി അയക്കും. അതുപോലെ എനിക്ക് അവരെ കാണാൻ തോന്നുന്ന സമയത്തും ഞാൻ അങ്ങോട്ട് ചെന്ന് കാണും. അതാണ് പതിവ്. അല്ല, എൻ്റെ ചോദ്യം അതൊന്നുമല്ല. അലീന ഇനിയിപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ താങ്കളുടെ ഭാര്യ ഇങ്ങനെ ഒരു മകളുണ്ടെന്നുള്ള സത്യം തിരിച്ചറിയുന്ന സമയത്ത് എന്തായിരിക്കും പ്രതികരണം? അതൊക്കെ ഞാൻ മുൻകൂട്ടി ആലോചിച്ച് വെച്ച കാര്യമാണ്. പക്ഷേ എന്നായാലും എല്ലാവരും സത്യങ്ങളൊക്കെ അറിയേണ്ടതല്ലേ ബാലചന്ദ്ര? എൻ്റെ രണ്ടാം ഭാര്യ ഇതിനൊന്നും സമ്മതിച്ചില്ലെങ്കിലും എൻ്റെ മകളെ ഞാൻ തെരുവിലോട്ട് വലിച്ചെറിയണോ? മറ്റ് വീടുകളിലെ തറ തുടയ്ക്കാനും പാത്രം കഴുകാനായിട്ട് എൻ്റെ മകളെ ഞാൻ പറഞ്ഞു വിടണോ? വേണ്ട. ഇത്രയൊക്കെ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് സ്റ്റാൻലിയെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലായി. ഇനി എന്തായാലും സ്റ്റാൻലിക്ക് അലീനയെ കൊണ്ടുപോവാം. അല്ല, ഞാനിപ്പോൾ ഇതാരോടാ പറയുന്നത്? സ്വന്തം അച്ഛനോട് ആ അച്ഛൻ്റെ മകളെ കൊണ്ടുപോകാൻ ഏതോ എവിടെയോ കിടക്കുന്ന ഒരു അപരിചിതൻ സമ്മതിക്കണം.
എന്തൊക്കെയാണ് ഈ ഭൂമി നടക്കുന്നത്? ആ സമയത്താണ് അലീന അങ്ങോട്ട് വരുന്നത്. അച്ഛ അച്ഛ എന്നുള്ള വിളി കേട്ടപ്പോൾ സ്റ്റാൻലി പെട്ടെന്ന് അലീനയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സ്റ്റാൻലി, അലീന എനിക്ക് മനസ്സിലായി. എൻ്റെ മകൾ മറ്റൊരാളെ അച്ഛാന്ന് വിളിക്കുന്നു. എന്നാൽ എനിക്ക് പറയത്തക്ക വിഷമമൊന്നും ആ കാര്യത്തിലില്ല. മോളെ, ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തില്ലേ? ചെയ്തു അച്ഛാ. എന്താ ആ മുഖത്തൊരു വിഷമം? വിഷമില്ലാതിരിക്കും അച്ഛാ. മോൾ എന്തിനാ കരയുന്നത്? ദേ, ഇങ്ങനെ ബോൾഡായി നിൽക്കുന്ന മോള് ഇങ്ങനെ കരഞ്ഞാലോ? അയ്യയ്യേ, ചെറിയ മക്കളെ പോലെ. എന്താ അലീന ഇത്? എന്നായാലും മോൾ ഈ വീട്ടിൽ നിന്ന് പോവല്ലോ. അല്ല, ഞങ്ങളാരും മോളോട് പോവാൻ പറഞ്ഞിട്ടില്ലെങ്കിലും മോള് ആർക്കൊക്കെയോ വേണ്ടി ഇവിടെ നിന്ന് പോവാൻ നിൽക്കല്ലേ. എന്നായാലും മോള് മറ്റേതെങ്കിലും വീട്ടിലെത്തേണ്ടതാ. എന്നാലും അച്ഛാ, ഞാൻ ഇത്രയും ദൂരത്തേക്കൊന്നും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളുടെയൊക്കെ കൺമുമ്പിൽ എവിടെയെങ്കിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ. മോൾ എന്തൊക്കെയാ പറയുന്നത്? മോളുടെ സ്വന്തം അച്ഛനാണിത്, സ്റ്റാൻലി ജോസഫ്. ആ സമയത്ത് അലീന സ്റ്റാൻലി ജോസഫിന്റെ കാലിലോട്ട് വീഴുന്നുണ്ട് കേട്ടോ. മോളെ, എന്താ ഇതൊക്കെ? അച്ഛന്ന് വിളിച്ചോട്ടെ ഞാൻ? പിന്നെ മോള് വിളിക്ക്, എനിക്കൊന്ന് കേൾക്കണം അച്ഛ. ആ സമയത്ത് സ്റ്റാൻലി ആണെങ്കിൽ സ്നേഹം കൊണ്ട് മകളെ വാരി പുണരുന്നുണ്ട് കേട്ടോ. അപ്പോ ബബിത അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോ ചേച്ചിയെ കൊണ്ടുപോവാണല്ലേ നിങ്ങൾ? എന്താ ബബിതേ, അവൾക്ക് അവളുടെ അച്ഛൻ്റെ കൂടെ പോണ്ടേ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അച്ഛൻ്റെ കൂടെ നിൽക്കുന്നില്ലേ? അതുപോലെ അലീനയുടെ സ്വന്തം അച്ഛൻ്റെ കൂടെ അലീനയ്ക്ക് പോണ്ടേ? ഇതുവരെ ഉണ്ടായിരുന്നില്ലല്ലോ ഈ സ്വന്തം അച്ഛന്. ഇപ്പം എവിടുന്ന് വന്നു? ബബിതേ, ഈ ചെറിയ വായിൽ വലിയ വർത്താനമൊന്നും വേണ്ട. എന്തായാലും ഇതാണ് അലീനയുടെ സ്വന്തം അച്ഛൻ. അലീന ഇനി ഇവരോടൊപ്പമാണ് താമസിക്കാൻ പോകുന്നത്. എന്നാലും അലീന ചേച്ചി പോകുന്നത് ഒരുപാട് ദൂരെയായിപ്പോയി. ഒന്ന് ചെന്ന് കാണാൻ പറ്റാത്തതിനേക്കാളും ദൂരെ. അപ്പം കൃഷ്ണ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ടോ. അതെ, അലീന ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുത്താൽ മതിയായിരുന്നു. ചേച്ചി ഇത്ര ദൂരേക്കൊന്നും പോവണ്ട ചേച്ചി. കൃഷ്ണമോളെ, ബബിതേ, ചേച്ചിക്ക് പോയില്ലേ പറ്റൂ. പോകാതെ മറ്റു നിവൃത്തിയൊന്നുമില്ല. ഞാൻ ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ മാഡം ഇങ്ങോട്ട് വരില്ല. അച്ഛാ, ഇനി അച്ഛൻ വേണം ഇവരെയൊക്കെ ഒതുക്കി നിർത്താൻ. പിന്നെ കൃഷ്ണയുടെയും രോഹിത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ ബബിതയെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ പോട്ടെ അച്ഛാ. ശരി, മോള് പോയിട്ട് വാ. അങ്ങനെ ബാലചന്ദ്രന്റെയും അനുഗ്രഹം വാങ്ങിച്ചിട്ട് പുറത്തോട്ടിറങ്ങാൻ വേണ്ടി നിൽക്കാണ് അലീന. ആ സമയത്ത് രോഹിത് ആണെങ്കിൽ ഒരു ഭാഗത്ത് വിഷമിച്ചോടെ നിൽക്കാണ് തൂണിന്റെ മറവിൽ. രോഹിത്തെ. എന്നാ രോഹിത്താണെങ്കിൽ അലീനയുടെ മുഖത്തോട്ട് പോലും നോക്കുന്നില്ല കേട്ടോ. ഡാ, ഇത് എന്തു പറ്റി? എന്താ തൂണിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്നേ? അയ്യേ, കരയുന്നോ? ശേ, ദേ നീയേ ആമ്പിള്ളേരെ പറയിപ്പിക്കല്ലേ. കൃഷ്ണമോളും ബബിതയൊന്നും കരഞ്ഞില്ലല്ലോ, പിന്നെ നീയാണോ കരയുന്നത്? മോശം. ദേ, അവരൊക്കെ കണ്ടാലേ എന്താ വിചാരിക്ക? ആ കണ്ണുനീര് തുടച്ചു കളഞ്ഞിക്ക്. ഞാൻ ആരോട് പറയാൻ പോകുന്നില്ല. ചേച്ചിക്ക് എങ്ങനെ ഇത്ര സന്തോഷത്തോടെ നിൽക്കാൻ പറ്റുന്നത്? ഞങ്ങളെയൊക്കെ വിട്ട് ഇത്രയും ദൂരേക്ക് പോവാൻ ചേച്ചിക്ക് മനസ്സ് വരുന്നുണ്ടോ? അതിനെന്താ കുഴപ്പം? ഞാൻ വേറെങ്ങോട്ടല്ലല്ലോ പോകുന്നത്, എൻ്റെ സ്വന്തം അച്ഛൻ്റെ കൂടെയല്ലേ. ഏതച്ഛൻ? പെട്ടെന്ന് മാനത്തുനിന്ന് പൊട്ടിമൊളിച്ച അച്ഛനോ? ചേച്ചി പോവാൻ തീരുമാനിച്ച ചേച്ചി ഒരിക്കലും ഇനി പോവാതിരിക്കില്ലെന്നറിയാം. എന്നാലും ഞാൻ പറയുക, ചേച്ചിക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാൻ മടിക്കരുത്. ഞങ്ങൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചേച്ചി തേടി അവിടെ എത്തും. ശരി, നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ആലോചിക്കുമ്പോൾ ഒന്നുമില്ലാത്തവളായ എനിക്ക് ഇതൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനപ്പുറം. മതി. ഇനി കൂടുതൽ ഇവിടെ നിന്നാലേ അലീനയ്ക്ക് ചിലപ്പോൾ സ്റ്റാൻലിയോടൊപ്പം പോകാൻ പറ്റില്ല. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, വാ മോളെ. ബാലചന്ദ്ര, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, അവിടെ എത്തിയിട്ട് വിളിക്കണം. യാത്ര അത്ര സുഖകരമല്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ വിളിക്കാം. ശരി. അങ്ങനെ സ്റ്റാൻലി അലീനയുടെ ലഗേജൊക്കെ ബാക്കിൽ കയറ്റുന്നുണ്ട്. എന്നിട്ട് മുമ്പിലത്തെ സീറ്റിൽ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അലീനയാണെന്നുണ്ടെങ്കിൽ കൂടപ്പിറപ്പുകളുടെ മുഖത്തോട്ട് നോക്കി സങ്കടത്തോടെ നോക്കി നിൽക്കാണ്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, മോളെ കയറ്. കണ്ണുനീര് തുടച്ചോണ്ടാണ് കേട്ടോ അലീന കാറിനകത്തോട്ട് കയറുന്നത്. അങ്ങനെ സ്റ്റാൻലി കാറ് തിരിച്ച് പോവാണ്. പെട്ടെന്ന് ബാലചന്ദ്രന്റെ കണ്ണിന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട കൃഷ്ണ പറയുന്നുണ്ട്, അച്ഛൻ കരയുന്നോ? എവിടെ അച്ഛാ? അയ്യോ, അച്ഛനപ്പോൾ ഒട്ടും ഇഷ്ടമല്ല അലീന ചേച്ചി പറഞ്ഞയക്കാൻ. പിന്നെ എന്തിനാ അച്ഛ പറഞ്ഞയച്ചത്? ഏതോ ഒരാളുടെ കൂടെ. നിങ്ങളിപ്പോഴും വിചാരിച്ചു വെച്ചേക്കുന്നത് ആ പോയ മനുഷ്യൻ അലീനയുടെ ആരുമല്ലെന്നല്ലേ? എന്നാൽ ഞാൻ പറയും, അതാണ് അലീനയുടെ സ്വന്തം അച്ഛൻ, സ്റ്റാൻലി ജോസഫ്. ഇതും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അകത്തോട്ട് കയറി പോവാണ്. പെട്ടെന്ന് തന്നെ ബബിതയ്ക്ക് നല്ല വിഷമം വരാൻ കേട്ടോ. ബബിതയാണെങ്കിൽ മുറിയിൽ പോയിട്ട് പൊട്ടി കരയാണ്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സ്റ്റാൻലി ജോസഫ് ജംഗ്ഷനിൽ നിന്ന് കാറ് തിരിക്കുന്നതാണ്. ആ സമയത്ത് പെട്ടെന്ന് മനുവിന്റെ കാറ് മുന്നിലോട്ട് വരുന്നുണ്ട്. മനു ഓവർടേക്ക് ചെയ്ത് നിർത്തുകയാണ്. എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അലീനയെ കാണാൻ വരുന്നുണ്ട്.
മനുവേട്ടനോ? അതാരാ മോളെ? ഇത് മനുവേട്ടൻ, അമ്മയുടെ ബ്രദറിന്റെ മകനാ. ഓ, അല്ല, പുള്ളിക്കെന്താ ഇവിടെ കാര്യം? അറിയില്ല അച്ഛാ, ചിലപ്പോ എന്നെ കാണാനായിരിക്കും. ശരി. പിന്നെ അധിക സമയമൊന്നുമില്ല. ഇപ്പൊ പോയാ ഇരുട്ടിയെ വീട്ടിലെത്തൂ. അതുകൊണ്ട് കുറച്ചു നേരം സംസാരിച്ചാൽ മതി. ശരി അച്ഛാ. അലിനെ, മനുവേട്ടാ, ഞങ്ങള് കുളത്തുപുഴയ്ക്ക് തിരിക്കുക. മനസ്സിലായി. പോകുന്നതിന് മുമ്പ് ഒരു യാത്ര പറഞ്ഞേക്കാന്ന് കരുതി വന്നതാ. എന്നാ സ്റ്റാൻലി ആണെങ്കിൽ മനുവിന്റെ മുഖത്തോട്ടൊന്നും നോക്കുന്നില്ല കേട്ടോ. അങ്കിളെ, അലീനെ പൊന്നുപോലെ നോക്കിക്കോളണം. ആ സമയത്ത് സ്റ്റാൻലി ഒരു പുച്ഛഭാവത്തോടെ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നാ പിന്നെ പൊയ്ക്കോ, ഞാൻ വിളിക്കാം. ശരി മനുവേട്ടാ. അങ്ങനെ പെട്ടെന്ന് തന്നെ സ്റ്റാൻലി കാർ എടുക്കുന്നുണ്ട്. അല്ല, മോൾക്ക് ഇവനെ നന്നായിട്ട് അറിയോ? അറിയാച്ചാ, മനുവേട്ടൻ പാവാ. അവിടെയുള്ളവരൊന്നും കണ്ണടച്ച് വിശ്വസിക്കണ്ട, എല്ലാവന്മാരും ചതിയന്മാരാ. അങ്ങനെയൊന്നും അല്ല അച്ഛാ, മനുവേട്ടനൊരു പാവാ. എല്ലാരെ പോലെയല്ല മനുവേട്ടൻ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, ഞാനായിട്ട് മോളുടെ വിശ്വാസം തകർക്കുന്നില്ല. ഇതും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി കാർ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വൈജയന്തി ആണ് കേട്ടോ. വൈജയന്തി ആണെങ്കിൽ ആകെ സമനില തെറ്റി നിൽക്കാണ്. അതായത് സത്യങ്ങളൊക്കെ ഇപ്പോൾ വൈജയന്തി അറിഞ്ഞിരിക്കുകയാണല്ലോ. സ്വന്തം മകളെയാണ് വൈജയന്തി ആട്ടി പുറത്താക്കാൻ നോക്കിയതെന്നുള്ള ആ സത്യം ഉൾക്കൊള്ളാൻ പറ്റാതെ നിൽക്കാണ് കേട്ടോ വൈജയന്തി. ആ സമയത്ത് അങ്ങോട്ടേക്ക് ശിവൻ വരുന്നുണ്ട്. വൈജയ്, അല്ല എന്താ നിന്റെ ഭാവം? നിനക്ക് ആഹാരമൊന്നും വേണ്ടേ? എല്ലാരും കൂടി നാടകം കളിക്കുമായിരുന്നു എൻ്റെ മുന്നിൽ ഇന്നല്ലേ. നാടകം നിന്റെ മുന്നിൽ വെച്ച് ആ നാടകം പൊട്ടി തകർത്താ പിന്നെ നീ എങ്ങനെ പ്രതികരിക്കും? കല്യാണത്തിന് മുൻപ് ഒരു അവിഹിതമുണ്ടായിരുന്നു എന്ന് എല്ലാവരോടും കൊട്ടിക്കോഷിച്ച് പറയണോ? സത്യം പറഞ്ഞാൽ നീ ചതിച്ചതേ നിന്റെ ഭർത്താവിനെയാ, അല്ലാതെ ബാലചന്ദ്രൻ നിന്നോടൊരിക്കലും വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല. അയാളെയാണ് നീ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ മനസ്സിൽ നിന്നെടുത്ത് കളാ. എന്നിട്ട് ആഹാരം വന്ന് കഴിക്കാൻ നോക്ക്. ഇപ്പം നീ പറഞ്ഞതുപോലെ അലീന കടപ്പാട്ടൂർ വീട്ടിൽ നിന്ന് പോയി. അവളുടെ അച്ഛൻ വന്ന് വിളിച്ചോണ്ട് പോയി, സ്റ്റാൻലി ജോസഫ്. അയാള് എൻ്റെ മകളെ കൊണ്ടുപോയോ? പോയി. ഇത്രയും കാലം നിന്റെ മുന്നിലുണ്ടായിട്ടും നിനക്ക് നിന്റെ മകളെ വേണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവളുടെ അച്ഛൻ തന്നെ അവളെ കൂട്ടിക്കൊണ്ട് പോയി. ഇനിയിപ്പം നിനക്ക് ആ വീട്ടിൽ താമസിക്കുന്നതിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എൻ്റെ മോള്. വൈജയ്, ഇനിയിപ്പം മകളെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിന്റെ മകള് സ്റ്റാൻലിക്ക് സ്വന്തമായി. ഇനി നിനക്ക് കാണാൻ പറ്റുമെന്നും തോന്നുന്നില്ല. നിനക്കെന്തായാലും അലീനയില്ലായിരുന്നോ പ്രശ്നം? അലീന പോയില്ലേ? ഇനി നിനക്ക് സന്തോഷത്തോടെ ജീവിച്ചൂടെ? ശിവേട്ടൻ എങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? പിന്നെ ഞാൻ എന്ത് വേണം? എല്ലാവരും സത്യം അറിഞ്ഞ ഷോക്കിലാ. ശിവേട്ട, എൻ്റെ മക്കളെ ഇതറിഞ്ഞോ? ബബിതയും കൃഷ്ണയും രോഹിത്തും ഒക്കെ. ഇല്ല, അവരോട് പറയാൻ പറ്റിയ കാര്യമാണോ ഇത്? അതത്ര നല്ല കാര്യമൊന്നും അല്ലാത്തതുകൊണ്ട് മക്കളോട് പറഞ്ഞിട്ടില്ല. ശിവേട്ട ഗംഗേട്ടനോട് പറഞ്ഞ് എനിക്ക് എൻ്റെ മോളെന്ന്. മിണ്ടരുത് നീ. ഇത്രയും കാലം നിന്റെ കൺമുമ്പിൽ ഉണ്ടായിട്ടും അവളെ നിനക്ക് വേണ്ടായിരുന്നു. ഇപ്പം അവളുടെ അച്ഛൻ കൊണ്ടുപോയപ്പോൾ നിനക്ക് വേണം അല്ലേ? ഇതിൻ്റെ പേരാണ് പറയുന്നത് വാശിയെന്ന്. മതി. നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരുത്തി ആ വീട്ടിൽ നിന്ന് പോയി. ആ കുട്ടിയെ ഇനി നീ മകളായിട്ട് കാണണമെന്നുമില്ല. ശിവേട്ട, ഒന്ന് നിർത്തുന്നുണ്ടോ വൈജയ് നിന്റെ കരച്ചിൽ? നിനക്കിഷ്ടം പോലെ മരുന്ന് കഴിക്കാനുള്ളതല്ലേ? വന്ന് ആഹാരം കഴിക്കാൻ നോക്ക്. നിനക്ക് വേണ്ടി ഗംഗേട്ടനോട് റെക്കമെൻഡ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. വല്ലതും വേണമെന്നുണ്ടെങ്കിലേ നീ തന്നെ ഗംഗേട്ടനെ വിളിച്ച് പറഞ്ഞു. അല്ല പിന്നെ മനുഷ്യനൊരു മനസ്സമാധാനമില്ല. ഇതും പറഞ്ഞ് ശിവൻ അവിടുന്ന് പോവാൻ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കമല വരുന്നത്. ശിവേട്ടനൊന്ന് നിന്നേ. ഓ, ഇനി അടുത്ത അവതാരം വന്നല്ലോ. എന്താണാവോ? കുടുംബ പാരമ്പര്യം ഏതായാലും കൊള്ളാം. അപ്പൊ പിന്നെ ശിവേട്ടന്റെ മോനിങ്ങനെ ഒരു അബദ്ധം പറ്റിയതിൽ തെറ്റൊന്നുമില്ല. നിർത്തരി. ഹരിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിലേ അത് നിന്റെ വളർത്തുദോഷം കൊണ്ട് മാത്രമാ. നീ മോശമായ രീതിയിൽ അവനെ നടത്തിച്ചതുകൊണ്ട് മാത്രം. അല്ലാതെ എന്നെ കുറ്റം പറയണ്ട. എന്താ അഭിപ്രായം പറയുമ്പോഴും എന്നെ ഭരിക്കാനല്ലായിരുന്നോ നീ വരാറ്? മനു ആണെങ്കിൽ എൻ്റെ കൂടെ നിന്ന് അവൻ എന്നെ പോലെ ജീവിച്ചു. അതുകൊണ്ട് അവൻ നല്ലൊരു മനുഷ്യനായി ജീവിക്കുന്നു. നിന്റെ ഹരി ഇപ്പം ജയിലിലുണ്ട്. നീ വളർത്തിയ നിന്റെ മകൻ. കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇതും പറഞ്ഞുകൊണ്ട് ശിവൻ അവിടുന്ന് പോവാ. ഈ മനുഷ്യനെതിനെ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? ഓ, പെങ്ങടെ അവിഹിതം പൊക്കിയല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. എന്തായാലും എനിക്ക് സന്തോഷിക്കാനുള്ള ഒരു വകയായി. എൻ്റെ മോൻ ജയിലിൽ കിടക്കുവാണെങ്കിലും ഇവിടെ അവിഹിത കേസ് പൊങ്ങി വരുമല്ലേ. ഇപ്പം വൈജയ് ചെന്ന് കാണണ്ട. അവള് ചിലപ്പോൾ കലിപ്പിലായിരിക്കും. കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ, കുടിക്കുന്നെങ്കിൽ കുടിക്കട്ടെ, എനിക്കെന്താ. എന്തായാലും അമ്മയൊന്ന് ചെന്ന് കണ്ടേക്കാം. അമ്മേ. ഓ, കമലയോ? എന്താമ്മേ, ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഓ, ഇഷ്ടപ്പെടാൻ എന്തുകൊണ്ടാ നീ ഇങ്ങോട്ട് വന്നത്? മോളുടെ അവിഹിതം കൊണ്ട്. വേഷത്തിന് കിട്ടിക്കാണുമല്ലോ ഇപ്പോ. ചരിത്രം ഏതായാലും കൊള്ളാം. പിന്നെ എൻ്റെ മോൻ ആവർത്തിച്ചില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. നായികയ്ക്ക് 40 വട്ടം ഹരിയെ കുറ്റം പറയായിരുന്നല്ലോ നിങ്ങൾ. എന്നിട്ടിപ്പോൾ എന്ത് പറ്റി? സ്വന്തം മകള് വഴി പിഴച്ചത് ആരോടും പറയാതെ മറച്ചു വെച്ചൊരു കല്യാണവും കഴിച്ച് ഇപ്പൊ ബാലേട്ടന് വേണ്ടെന്ന് തോന്നി. അപ്പൊ അതാണ് സംഭവം. തെറ്റ് മുഴുവൻ നിങ്ങളുടെ മകളുടെ ഭാഗത്താ. ഓ,
എന്റെ കമലെ, എനിക്ക് ഒന്നാമതേ പ്രഷർ കയറി വയ്യാതിരിക്കുക. ആ സമയത്ത് നീ ഇതുപോലുള്ള സംസാരങ്ങളായിട്ട് എന്റെ അടുത്തോട്ട് വരല്ലേ? വരും, ഞാൻ വരും. അല്ല, നിങ്ങൾക്ക് എന്റെ മകനെ ജയിലിൽ കയറ്റിയപ്പോ വലിയ വായിലെ വർത്താനായിരുന്നല്ലോ തള്ളേ. ഇപ്പൊ ഇതെന്തു പറ്റി? ദേ, സൂക്ഷിച്ച് സംസാരിച്ചോ കമലെ. ഓ, നിങ്ങളൊക്കെ ഇത് തന്നെ അർഹിക്കുന്നുള്ളൂ. അല്ലേലും നിങ്ങളോടൊക്കെ സംസാരിക്കാൻ വന്ന എന്നെ വേണം പറയാൻ. നശിച്ച കുടുംബം. ഇങ്ങനൊരു കുടുംബത്തിലോട്ടാണല്ലോ ഞാൻ കാലെടുത്ത് വെച്ചത്. ഇതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കമല ദേഷ്യം പിടിച്ച് പോവാണ്. അപ്പോഴാണ് അവിടെ മനു നിൽക്കുന്നത് കമല കാണുന്നത്. ഒന്ന് നിന്നേ. അല്ല, നിരാശാകാമുകൻ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? കാമുകി പോയല്ലേ? ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവള് പൊടിയും തട്ടി പോയി. നിനക്ക് നാണം ഉണ്ടോടാ? ദേ, നമ്മളെക്കാൾ കോടീശ്വരൻ അവളുടെ അച്ഛൻ. അയാളുടെ കൂടെ അവള് പോയി. ഇനി നീ മഷിയിട്ട് നോക്കിയാൽ പോലും അവളുടെ ഒരു തുരുമ്പ് പോലും കിട്ടത്തില്ല എന്റെ മനുവേ. അമ്മയ്ക്കിപ്പൊ എന്താ വേണ്ടത്? എല്ലാരും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അത് കണ്ട് ആനന്ദിക്കുകയാണോ അമ്മ? എടാ, ഈ പറഞ്ഞവരൊക്കെ എന്റെ മോനെ ജയിലിൽ കയറ്റിയപ്പോ ആനന്ദിച്ചില്ല. അപ്പൊ പിന്നെ ഞാനും ഒന്ന് ആനന്ദിക്കട്ടെ. അതിൽ ഞാൻ നോക്കിയിട്ട് തെറ്റൊന്നും കാണുന്നില്ല. എന്നാലും മനു, ആ വിഹിതത്തിലുണ്ടായ സത്യം. അമ്മ, എന്താടാ? ഞാൻ പറയട്ടെ. അവളെ തന്നെ കെട്ടുവെന്ന് വാശി പിടിച്ച് നടക്കുമല്ലായിരുന്നോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അവക്ക് നിന്നെ വേണ്ടടാ? ഒരു തൂപ്പുകാരിയായിട്ടും അവക്ക് നിന്നെ വേണ്ടെന്നാണല്ലോ എനിക്കറിയാൻ പറ്റിയത്. എന്തായാലും നിന്റെ അമ്മായിയുടെ മകളല്ലേ? ആ കയ്യിലിരിപ്പ് ചിലപ്പോ അവക്കും കിട്ടാതിരിക്കില്ല. ദേ, അവളും വല്ല ചിന്ന വീട് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോന്ന് പറയാൻ പറ്റില്ലടാ മനുവേ. ദേ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. എന്റെ വായ വരുന്നത് വല്ലതും വിളിച്ച് പറയും. മിണ്ടാതെ അവിടെ ഇരുന്നു. ഓ, ഞാൻ പറയുന്നതല്ലേ അല്ലേനും അച്ഛനും മോനും അച്ഛമ്മയ്ക്കും എല്ലാവർക്കും കുറ്റം. കിട്ടുമ്പോ ഇതുപോലെ അനുഭവിച്ച് പഠിച്ചോ. അതാണ് നിങ്ങൾക്കൊക്കെ പാഠം വരിക. അറിയാത്തവൻ കിട്ടുമ്പോ പഠിച്ചോളും. ഇതും പറഞ്ഞുകൊണ്ട് കമല ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോവാണ്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രാത്രി സമയമാണ് കേട്ടോ. സ്റ്റാൻലി ജോസഫിന്റെ കാറ് കടപ്പാട്ടൂർ വീട്ടിലോട്ട് കയറാണ്. ആ സമയത്ത് അവിടെയുള്ള നായകളെല്ലാം ബഹളം വെക്കുന്നുണ്ട്. ഇത് കേട്ടോണ്ടാണ് പെട്ടെന്ന് ഉറങ്ങിക്കിടക്കുന്ന അലീന ഞെട്ടി ഉണരുന്നത്. മോളെ, പേടിക്കണ്ട, അതൊക്കെ ഇവിടെയുള്ള പെറ്റുകളാ. നമ്മള് വീടെത്തിയിട്ടുണ്ട്. അല്ല, പറഞ്ഞ പോലെ മോൾക്ക് നായകളോടൊക്കെ വലിയ ഇഷ്ടമാണെന്നാണല്ലോ ബാലേന്ദ്രൻ പറഞ്ഞത്. വീടെത്തിയല്ലേ? എത്തി. മോൾ ഇറങ്ങിക്കോ. പിന്നെ ആ നായകളുടെ മുന്നിലൂടെ ഓടാനും പായാനൊന്നും നിൽക്കണ്ട. ട്രെയിൻഡ് ആയിട്ടുള്ള നായകളാണ്. എന്നാലും ഓടുന്നവരെ കണ്ട അവർ ശത്രുക്കളാണെന്ന് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. അതിലൊക്കെ മോള് മിടിക്കാണെന്ന് ബാലേന്ദ്രൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം. ശരിയച്ചാ. പെട്ടെന്നാണ് അവിടെയുള്ള സ്റ്റാഫ് പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. അവിടെയുള്ള 2 സ്റ്റാഫും പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റാൻലി ആണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മോൾക്ക് ഡോർ തുറന്നു കൊടുക്കാൻ പോകുന്ന സമയത്താണ് ഒരു സ്റ്റാഫ് വന്നിട്ട് ഡോറ് തുറക്കാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, മാറിയേക്ക്, ഈ ഡോറ് ഞാൻ തുറന്നോളാം. താൻ ബാക്കിൽ കുറച്ച് ലഗേജ് ഉണ്ട്, അതെടുത്ത് വെക്കും. ഓ ശരി സാറേ. ഇയാളാണെന്നുണ്ടെങ്കിൽ ആ കാറിൽ നിന്ന് ഇറങ്ങുന്ന ആളെ തന്നെ നോക്കി നിൽക്കാൻ കേട്ടോ. എന്നാലും ഇതാരാ? ഒരു പെണ്ണാണല്ലോ. സാറിന്റെ ഭാര്യയായിരിക്കോ? അങ്ങനെ അലീന കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീടൊന്ന് ചുറ്റിലും നോക്കുന്നുണ്ട്. അപ്പൊ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇപ്പൊ നോക്കിയാൽ വീടൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. നാളെ രാവിലെ നമുക്ക് വിശദമായിട്ട് ഇവിടെയൊക്കെ നടന്ന് കാണാം. മോളിപ്പൊ പോയി കിടന്നുറങ്ങ്. എടോ, ഞാൻ റൂം ശരിയാക്കാൻ പറഞ്ഞില്ലേ? അവിടെയൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് സാർ. ശരി, മോള് വാ. ഇതും പറഞ്ഞുകൊണ്ട് അലീനയെ കൂട്ടിക്കൊണ്ട് വീടിനകത്തോട്ട് കയറാൻ കേട്ടോ. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രധാന സ്റ്റാഫ് ഉണ്ടല്ലോ, അയാൾ മറ്റേ സ്റ്റാഫിനോട് പറയുന്നുണ്ട്, അല്ല, എന്തിപ്പി കാണുന്നത്? ഇതേതാ പെണ്ണ്? ഏതാ പെണ്ണെന്ന് ആർക്കറിയാം? അല്ല, സ്റ്റാൻലി സാറിന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതില്ല, അടുത്ത കുടുംബക്കാരെ മാത്രമേ അയാൾ അടുപ്പിക്കാറുള്ളൂ. അടുത്ത കുടുംബത്തെയൊക്കെ നമുക്കും അറിയാവുന്നതല്ലേ. അവരിൽ ഈ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. അല്ല, അപ്പൊ പിന്നെ ഈ പെണ്ണ് ഏതാ? കണ്ടിട്ടൊന്നും തോന്നുന്നില്ല. അല്ല, ഇനി വല്ല സെറ്റപ്പ് ആയിരിക്കോ? ഏയ്, സ്റ്റാൻലി സാർ അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല. അല്ല ചേട്ടാ, ഞാൻ വേറൊന്നും കൂടെ പറയുന്നതല്ല. ഇയാൾ ഇനി വല്ലതും അടിച്ചു കയറ്റിയിട്ട് ഇനി ആരെങ്കിലും കൊണ്ടുവന്നതായിരിക്കോ? എങ്ങനെ അറിയാം? അല്ല, ഇത് മാഡത്തെ വിളിച്ച് പറയണ്ടേ? ഏയ്, അതൊന്നും പറയാൻ നിൽക്കല്ലേ. അതെങ്ങാനും ആ പെണ്ണുമ്പിള്ള അറിഞ്ഞാലേ അവര് മക്കളെയും കൂട്ടി ഇങ്ങോട്ട് ഇടിച്ചു കയറി വരും. പിന്നെ നമുക്ക് പുറത്തായിരിക്കും സ്ഥാനം. പുറത്ത് മാത്രമല്ല, നമ്മൾ ജീവനോട് ഇരിക്കുമോ കാര്യത്തിൽ സംശയം. അയാളുടെ തോക്കിലെ എപ്പോഴും 2 ഉണ്ട സ്റ്റോക്ക് ഉണ്ടാവും. വെറുതെ അത് നെഞ്ചത്തോട്ട് തുളച്ച് കയറ്റണോ? പോയി നിന്റെ പണിയെടുക്കാൻ നോക്കടാ. ഓ, നിങ്ങൾ പറഞ്ഞതോടെ ഞാൻ പറഞ്ഞതാ. ഇനി കാണിക്കുന്നത് സ്റ്റാൻലിയെയും അലീനയാണ്. മോളെ, ഇനി മുതൽ മോളുടെ മുറി ഇതാ. ഇതോ? ഇത് വലിയ റൂമല്ല അച്ഛാ. അതെ, ഈ വീട്ടിലെ ഏറ്റവും വലിയ റൂമാ ഇത്. എനിക്കെന്തിനാ അച്ഛാ ഈ റൂം? മോളെ, ഇതുവരെ ചെറിയ റൂമിലൊക്കെ കിടന്ന് ശീലിച്ചതുകൊണ്ട് ഈ റൂം കണ്ടപ്പോൾ മോൾക്ക് അത്ഭുതം തോന്നിയേക്കാം. എന്നാൽ ഇനി മുതൽ ഇതാണ് മോളുടെ സ്വന്തം റൂമും വീടും ഒക്കെ. പിന്നെ കയറി വരുമ്പോൾ 2 കണ്ടല്ലോ, അവരാണ് ഇവിടുത്തെ ജോലിക്കാർ. മോൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്ത് കഴിക്കാൻ തോന്നുവാണെന്നുണ്ടെങ്കിലും അവരോട് പറഞ്ഞാൽ മതി. കൃത്യസമയത്ത് അവരെത്തിച്ചിരിക്കും. ഇനി പുറത്തത്തെ ഫുഡ് കഴിക്കാൻ തോന്നുവാണെന്നുണ്ടെങ്കിലും അവരോട് പറഞ്ഞാൽ മതി. അച്ഛാ, ഞാനങ്ങനെ പുറത്തത്തെ ഫുഡൊന്നും അധികം കഴിക്കാറില്ല. ശരി, അതാണ് നല്ല കാര്യം. മോള് പോയി കിടന്നോ. നല്ല ക്ഷീണം കാണും.
നാളെ രാവിലെ നമുക്ക് സംസാരിക്കാം. ശരി അച്ഛാ. അങ്ങനെ അലീനയെ കിടക്കാൻ വിട്ടിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ ഒരു സ്റ്റാഫ് നിൽക്കുന്നത് കാണിക്കുന്നത്. ഡോ ഓ എന്താ സാറേ? അതെ, താൻ വല്ലാതെ ഇവിടെ നിന്ന് ചുറ്റി തിരിയണ്ട, പോയി വേറെ വല്ല പണിയും നോക്ക്. ശരി സാറേ. ഓക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ബാലചന്ദ്രൻ വിളിക്കുന്നതാണ്. അങ്ങനെ അലീന ഫോൺ അടിക്കുന്നുണ്ട് കേട്ടോ. ഹലോ ഹലോ അച്ഛാ. മോളെ എത്തിയില്ലേ? ഞാൻ എത്തിയച്ഛാ. ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? കുഴപ്പമൊന്നുമില്ലായിരുന്നു അച്ഛാ. ഞാൻ ഉറങ്ങി, പിന്നെ ഇവിടെ എത്തിയിട്ട് അറിഞ്ഞത്. ശരി, എന്നാൽ പിന്നെ മോള് മയങ്ങിക്കോ, ഞാൻ രാവിലെ വിളിക്കാം. വെക്കില്ല അച്ഛാ. കൃഷ്ണയും ബബിതയും രോഹിത്തൊക്കെ അവരൊക്കെ നല്ല ഉറക്കത്തിലാ. ഉറങ്ങി അച്ഛാ അവര്? ഉറങ്ങിയെന്നേ. ഞാനൊന്നും അവർക്ക് ഇപ്പം വിളിക്കാനൊന്നും നിൽക്കണ്ട. അവർ നാളെ മോളെ വിളിച്ചോളും. മോള് കിടന്നുറങ്ങാൻ നോക്ക്. ശരി, അവരോടൊക്കെ അന്വേഷണം പറയണച്ചാ. പറയാം. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അലീനയും ബബിതയും രോഹിത്തിൻ്റെയൊക്കെ മുറി കാണിക്കുന്നത്. അവരാണെന്നുണ്ടെങ്കിൽ ആകെ നിരാശയിൽ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി കാണിക്കുന്നത് കുളത്തുപുഴ വീടാണ് കേട്ടോ. രാവിലെയാണ് കാണിക്കുന്നത്. അലീനയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് മുറിയിൽ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. ഇവിടുത്തെ കിച്ചൺ എവിടാണോ ആവോ. ഇതും പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ അവിടുത്തെ ഉള്ളൊരു സ്റ്റാഫ് ചായയായിട്ട് ഓടി വരുന്നത്. മോളെ ഡാ ചായ. ചായയോ? അങ്കിളെ ഞാനിട്ടോളായിരുന്നു ചായ. അത് പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ വരുന്ന ഗസ്റ്റുകളെ ഞങ്ങൾ ഇങ്ങനെയാണ് സൽക്കരിക്കാറ്. അവരെ കൊണ്ട് ചായ ഇടിപ്പിക്കാൻ പറ്റുമോ? അതിന് ഞാൻ ഗസ്റ്റ് അല്ലല്ലോ. ഗസ്റ്റ് അല്ലെന്നോ? അല്ല, ഇവിടെ സ്ഥിരതാമസാക്കാൻ വന്ന ആളാണോ? അതെ. അല്ല, കൊച്ചെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ? കൊച്ചാരാ? ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്, ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. സ്റ്റാൻലി സാറ് കൊച്ചിതാരാ? എൻ്റെ അച്ഛനാ. അച്ഛനാ? അതെ, എൻ്റെ അച്ഛൻ. അതെങ്ങനെ അച്ഛനാവും? സ്റ്റാൻലി സാറിന് ആകെപ്പാടെ 3 മക്കളല്ലേ ഉള്ളൂ. ആ മക്കള് അമ്മയുടെ അടുത്തല്ലേ? അപ്പം പിന്നെ കൊച്ചു വെറുതെ എന്നെ കളിപ്പിക്കാൻ പറഞ്ഞതാ. കൊച്ചി ശരിക്കും ആരാ? ആ സമയത്താണ് സ്റ്റാൻലി അങ്ങോട്ട് വരുന്നത്. തനിക്ക് എന്തൊക്കെ അറിയണടോ? സാർ ഞാൻ പിന്നെ ഇതെൻ്റെ മകളാ. ഇനി എൻ്റെ മകൾ എന്നോടൊപ്പം ഈ വീട്ടിലുണ്ടായിരിക്കും. എൻ്റെ മകൾ ആവശ്യപ്പെടുന്നത് എന്തും അത് സാധിച്ചു കൊടുക്കണം. ശരി സാർ. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ചോദിച്ചെൻ്റെ മകളെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യരുത്. ശരി സാർ, ഞാനൊന്നും ചോദിക്കില്ല. ശരി, കൂടുതൽ ചോദ്യം ചോദിക്കാതെ പോ, വേറെന്തേലും പണി നോക്ക്. മോളെ, ഇവരോടൊന്നും കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. അതെന്താ അച്ഛാ? അത്ര നല്ലവന്മാരൊന്നും അല്ല, അതുകൊണ്ടാ. മോള് ഇവിടെ ഇരിക്കുക, അച്ഛനിപ്പോൾ വരാം. ഇതും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അവിടെ നിന്ന് പോവുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്റ്റാഫ് മറ്റേ സ്റ്റാഫിനോട് ചെന്ന് പറയുന്നുണ്ട്, എടാ നീ വല്ലതും അറിഞ്ഞോ? എന്തറിയാൻ? എടാ ഇപ്പൊ വന്നിരിക്കുന്ന ആ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് സ്റ്റാൻലി സാറിന്റെ സ്വന്തം മകളാ. രാവിലെ തന്നെ സ്റ്റാൻലി സാറിന്റെ മദ്യം കയറ്റിയോ? എടാ ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. എന്നോട് സ്റ്റാൻലി സാറും ആ പെങ്കൊച്ചും പറഞ്ഞതാ. ചേട്ടൻ ഉള്ള കാര്യമാണോ പറയുന്നത്? അതേന്നേ. അപ്പൊ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? മാഡത്തിന് അറിയില്ലല്ലോ ഇതൊന്നും. ഇനിയിപ്പം നമ്മളായിട്ട് അറിയിക്കാനൊന്നും നിൽക്കണ്ട. നമുക്കേ ആ തോട്ടക്കാരനോട് വിവരം പറയാം. അയാൾ നൈസായിട്ട് അഞ്ജന മേഡത്തോട് ചെന്ന് കാര്യം പറഞ്ഞു. അതാണ് ശരി, നമ്മളായിട്ട് നേരിട്ട് പറയണ്ട. ഓക്കെ. അങ്ങനെ സ്റ്റാൻലിയുടെ ഭാര്യ പിന്നീട് വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഉണ്ടാകുന്ന കിടലൻ എപ്പിസോഡാണ് വരാൻ പോകുന്നത്.